സുപ്രീം കോടതിയിൽ ഇവിടുന്ന് അപ്പീൽ കൊടുത്തിട്ടില്ലേ? ആ അപ്പീൽ സെക്ഷൻ 14 കംപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച അതേ കാര്യം തന്നെയല്ലേ നിങ്ങളും ബാധിക്കുന്നത്? വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഗവൺമെൻറ് അനാവശ്യമായ അനവസരത്തിൽ പോയി തലയിട്ട് ഈ പ്രശ്നത്തെ വഷളാക്കുകയായിരുന്നു. സത്യത്തിൽ ഈ ഗവൺമെൻറ് ഒരു ദീർഘവീക്ഷണമില്ലാതെയാണ് ഇങ്ങനെ വേലിമ കിടക്കുന്ന പാമ്പിനെടുത്ത് ചുമന്നിട്ടത്. പണ്ട് പറയുന്ന പോലെ നെല്ല് കാണാത്ത കോഴി അരി കണ്ട പോലെയാണ് സർക്കാരിൻ്റെ സ്ഥിതി. അവരുടെ തരം ആക്രയമാണ്. അതിൽ നിന്നുണ്ടായിട്ടുള്ള ഓരോ അബദ്ധങ്ങളാണ് ഓരോന്നും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ. വ്യവസ്ഥാപിതമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോർഡ് സുഗമമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് ഈ ഗവൺമെൻറ് വരുമ്പോൾ. ഇതിനു മുമ്പ് പിണറായി ഗവൺമെൻറ് വന്നപ്പോഴും അങ്ങനെ UDF അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൽ വ്യവസ്ഥാപിതമല്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കുറേ മെമ്പർമാരുണ്ടായിരുന്നു. എന്നാലും അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല, അതിൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടില്ല. 2016 ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. 2019 വരേക്കും 19 അവസാനിക്കുന്ന കാലം വരേക്ക് UDF നിയമിച്ച അതേ ബോർഡ് തന്നെ സുഗമമായി പോയി. നിങ്ങൾക്കറിയാം, അതിനു മുമ്പ് ബോർഡിൽ ഇന്നത്തെ നെതുവത്ത് മുജാഹിദിൻ്റെ സെക്രട്ടറി ഉണ്ടാവും, പ്രസിഡന്റ്. അദ്ദേഹം മെമ്പറായി വന്നത് പോലും ഷിയ മുസ്ലിങ്ങളുടെ കാറ്റഗറിയിലാണ്. അദ്ദേഹം അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. വഴിവിട്ട കാറ്റഗറിയിലുള്ള UDF നിയമിച്ച ബോർഡുകൾ ഉണ്ടായിട്ട് പോലും വഖഫിൻ്റെ സുതാര്യമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതില്ല എന്ന ഒരു തീരുമാനമായിരുന്നു അന്ന് പിണറായി ഗവൺമെൻറ് ഉണ്ടായിരുന്നത്. അവർ 2019 കാലാവധി പൂർത്തിയാകുന്നത് വരേക്കും ഒന്നും ചെയ്തില്ല. ഈ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ അതുപോലെ തന്നെ LDF നിയോഗിച്ച ബോർഡ് നിലവിലുണ്ട്. ആ ബോർഡ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ പ്രാതിനിധ്യം അതിന് ഉണ്ടായിട്ടില്ല. അതിൽ 2-3 അംഗങ്ങളുടെ കുറവുകളുണ്ടായിരുന്നു. കുറവുകളുണ്ടായാലും ബോർഡിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയില്ല എന്നത് വഖഫ് ആക്ട് വ്യക്തമായി പറയുന്നുണ്ട്. 11 മെമ്പർമാരെ അറ്റ് എ ടൈം ഒന്നിച്ച് നോമിനേറ്റ് ചെയ്യണമെന്ന് വ്യവസ്ഥയില്ല എന്നും ആക്ട് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. സൂചനയല്ല, വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പല സന്ദർഭങ്ങളിലാണ് ഒരു പക്ഷേ ഈ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടക്കുക. ഉദാഹരണത്തിന് ഹൈക്കോടതിയുടെ ബാർ കൗൺസിൽ മെമ്പർ, അത് ഹൈക്കോടതിയുടെ ബാർ കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെരുത്തില്ല, വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ MLA തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കിട്ടുക. ഇപ്പോൾ കുഞ്ഞമ്മദ് മാഷ ഒഴിവ് ഇതേവരെ നികത്തിയിട്ടില്ല, അത് ഈ ഗവൺമെൻറ് നികത്തേണ്ടതാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ്. അവിടെയൊക്കെ പറയുന്നുണ്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് അവരുടെ ടെനോർ എന്നുള്ളത് 5 വർഷമാണ്. അതെല്ലാം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ സുഖകരമായി പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇടക്കാലത്ത് ഇഷ്ടമില്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ചിലർക്കൊക്കെ. ഉദാഹരണത്തിന് മുനമ്പം. ഞാനിത് സംബന്ധിച്ച് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് വിളിച്ചുകൂട്ടിയ ഹയർ ലെവൽ കമ്മിറ്റിയിൽ, ഇന്നത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ, ആ കമ്മിറ്റിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുനമ്പത്തിൻ്റെ വിഷയം. നിങ്ങൾ അതുകൊണ്ട് ഒരു പ്രതിയോഗിയായി കാണാതെ അതുകൊണ്ടുള്ള വിദ്വേഷം ബോർഡിൻ്റെ മുകളിൽ ചുമത്തരുത്. അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അന്ന് ആ ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പണി ചെയ്യാമായിരുന്നു. നിലവിലുള്ള സുപ്രീം കോടതി ഉത്തരവ് അടക്കമുള്ള മറ്റു കോടതി ഉത്തരവുകളൊക്കെ അങ്ങനെ തന്നെ ആ സാധൂകരിക്കുന്നുണ്ട്. ഈ പണിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മുനമ്പം വിഷയത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല.
മറിച്ച് വ്യക്തമായ പരിഹാര മാർഗങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷെ സർക്കാർ ആത്മാർത്ഥത കാണിക്കുന്നില്ല അത് അവസാനിപ്പിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥത ഇല്ല. ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. അതിലവിടെ താമസിക്കുന്നവരല്ല കുറ്റക്കാർ. പലതവണ ഞങ്ങൾ അവിടെ പറഞ്ഞതാണ്. എൻ്റെ മെയിൻ കൾപ്രിറ്റ് എന്ന് പറഞ്ഞത് ഫാറൂഖ് കോളേജാണ്. ഫാറൂഖ് കോളേജിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന് അമിതമായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളാണ് ഇവിടെ കാണുന്നതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതും മാസങ്ങളോളം സുഖകരമായി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊന്നുമില്ലാത്ത രീതിയിൽ നിരവധി കേസുകളാണ് ഞങ്ങൾ അദാലത്തിൽ അവസാനിപ്പിച്ചത്. 100-ലധികം കേസുകൾ വിധിന്യായത്തിലൂടെയും അദാലത്തിലൂടെയും അവസാനിപ്പിച്ചു. ഇത്ര കേസുകൾ ഇത്ര ചുരുങ്ങിയ കാലങ്ങളിൽ വഖഫ് ബോർഡ് ചരിത്രത്തിൽ അവസാനിപ്പിച്ചിട്ടില്ല. അതിൽ 65ഓളം കേസുകൾ അദാലത്തിലാണ്. മീൻസ് അവർ അപ്പീൽ പോകാനുള്ള സാധ്യതയും കൂടി ഇല്ല എന്നർത്ഥം. അപ്പീൽ പോകാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഞങ്ങൾ. അതിനകത്ത് രാഷ്ട്രീയം കണക്കാക്കിയിട്ടില്ല. ഒരു രാഷ്ട്രീയവും ഇല്ലാതെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. കാരണം വഖഫിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല. ഇടതുപക്ഷത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ എന്നോട് ഇത് സംബന്ധിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല. വഖഫിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ നിയമാനുസൃതമായിട്ട് നിങ്ങൾക്ക് പറ്റിയ പോലെ മുമ്പോട്ട് കൊണ്ടുപോവുക, ബോർഡിന് പറ്റിയ പോലെ. നമ്മളോ നമ്മുടെ പാർട്ടിയോ അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് മുമ്പോട്ട് പോകുന്നത്. അതിനിടക്ക് ഇത് ഡിസ്റ്റർബ് ആവുന്നത് എപ്പോഴാണ്? ഡേറ്റ് കൃത്യമായി നിങ്ങൾ ഓർത്തോളൂ. 6-ാം മാസം 2-ാം തീയതി അഥവാ 2/6/26 മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ അസ്ഹർ, ലീഗിൻ്റെ നേതാവാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറുമാണ്. അദ്ദേഹം ഗവൺമെൻറ്റിൽ ഒരു പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, സെക്ഷൻ 14 അനുസരിച്ച് 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഇൻകംപ്ലീറ്റഡ് ആണ്. ഇത് മുഴുവൻ പൂർത്തീകരിച്ചിട്ടില്ല. ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ബോർഡിനെ പിരിച്ചു വിട്ടുകൊണ്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് ആദ്യമായി ഒരു പരാതി സർക്കാരിൽ കൊടുക്കുന്നത് 2/6-നാണ്. അതിൻ്റെ വാക്കിൽ തന്നെ പറയുന്നത്, അതിൻ്റെ സിനോപ്സിസിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വഖഫ് ബോർഡ് ഇൻ സ്ട്രിക്റ്റ് കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 14 ഓഫ് ദ വഖഫ് ആക്ട് എക്സിബിറ്റ് P1 വെച്ച് ചേർത്തുണ്ട്. ദ പെറ്റീഷണർ കണ്ടസ്റ്റ് ദാറ്റ് certain nominated members don't possess the statutory qualification prescribed under the act. അതിനുശേഷം പറയുന്നത്, mandatory categories of members have not been filled and the constitution of the waqf the board in contrary to the provisions of the waqf act എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് അത് 11 അംഗങ്ങളാണെന്നും പറയുന്നുണ്ട്. സർക്കാരിനാണ് കോടതിയിലാണ്. ഇത് സർക്കാരിന് ആദ്യം കൊടുക്കുന്നതിന് ശേഷം ഞാനിലേക്ക് വരാം. ഇതിനെ സംബന്ധിച്ച് കോടതി കൊടുക്കുന്നത്. The government has failed to fill certain mandatory categories contemplated under section 14 of the act, resulting in incomplete and defective board എന്നതിൽ പറയുകയാണ്. എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം ഈ കോപ്പിയും വെച്ച് ഇതിനകത്ത് 11 മെമ്പർമാരെന്ന് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് 11 മെമ്പർമാർ വേണ്ടത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന്. ഇത് മുസ്ലിം ലീഗിൻ്റെ നേതാവിൻ്റെ ഫയലാണ്. ഇത് സർക്കാർ ആദ്യം കൊടുത്ത് എന്നതിന് ശേഷം ഇതിൻ്റെ കോപ്പി വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ 2/6-ന് സർക്കാരിനൊരു പരാതി കൊടുത്തിട്ടുണ്ട്, അതിന് സർക്കാരിനോട് ഉത്തരവിടണം. അതിന് ലീഗൽ ലാംഗ്വേജ് അതിന് പറയുക റിട്ട് ഓഫ് മാൻഡമസ് എന്നാണ്. അച്ചു കൊടുത്തു, റിട്ട് ഓഫ് മാൻഡമസ് എന്നാണ്. സർക്കാർ പരാതി കൊടുത്തു, എന്നിട്ട് സർക്കാരിനോട് അത് നടപടി സ്വീകരിക്കണം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് 2-3 റിട്ടുണ്ടല്ലോ, അത് റിട്ട് ഓഫ് മാൻഡമസ് ആണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് റിജക്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു PIലേക്ക് വരാൻ പറഞ്ഞു, പബ്ലിക് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് പൊതു താല്പര്യ ഹർജിയായിട്ട് വന്നോളാൻ പറഞ്ഞു, റിട്ട് ഓഫ് മാൻഡമസ് കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതിലുള്ള ഇതേ വാദഗതികൾ, വരികൾ, ഇതേ വാദങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന മറ്റൊരു പെറ്റീഷൻ അന്ന് കോടതി പറഞ്ഞതുപോലെ വരികയാണ്. അത് ഷോൺ ജോർജിൻ്റെ പേരിലാണ് വിളിച്ചു. അത് ഷോൺ ജോർജിൻ്റെ പേരിൽ വരുന്നു. ലീഗ് തുടങ്ങി
എന്നിട്ട് ഇതൊക്കെ ഡോക്യുമെന്റൽ എവിഡൻസ് ആണ് കേട്ടോ, എല്ലാം ഡോക്യുമെന്റൽ എവിഡൻസ് ആണ്. ലീഗ് തുടങ്ങി ഷോൺ ജോർജ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്ഷൻ 14 പ്രകാരമുള്ളത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബോർഡിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നു. ഷോൺ ജോർജിന്റെ പെറ്റീഷന്റെ കൂടെ ആ പെറ്റീഷൻ കോടതി എടുക്കുമ്പോഴേക്ക് ഇതേ വാദഗതികൾ ഉൾക്കൊള്ളുന്ന പല വരികൾക്കും സമാന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ ഒരു ടാബിളിൽ വെച്ചാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ ധരിക്കാവുന്നതാണ്. അങ്ങനെ ഇതിനു ശേഷം വീണ്ടും ഒരു പെറ്റീഷൻ വരുന്നു. അത് ക്രിസ്ത്യൻ അസംബ്ലീസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അടുന്നു. അവരുടെ പരാതിയിലും ഇതേ കാര്യങ്ങൾ പറയുന്നു. അല്ലാതെ വഖഫിൽ അവർക്ക് എന്താ അത്ര താല്പര്യമുള്ളത്? അവർക്കെന്താ വഖഫുള്ള താല്പര്യമുള്ളത്? പക്ഷെ ഇതേ കാര്യങ്ങളാണ് 11 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒഴിവാക്കണം. അതിനുശേഷം സ്റ്റാലിൻ ദേവൻ എന്നൊരു വ്യക്തി പരാതി കൊടുക്കുന്നു. സ്റ്റാലിൻ ദേവൻ, അതിലും പറയുന്ന വരികൾ ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു ഇത് 11 അംഗങ്ങളില്ലാത്തതുകൊണ്ട് പിരിച്ചുവിടണമെന്ന്. ഈ കേസുകളൊക്കെ ഇരിക്കുമ്പോൾ അവസാനമായി ബോറ മുസ്ലിങ്ങളുടെ പേരിൽ പരാതി കൊടുക്കുന്നു. നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇവിടെ എവിടെയാണ് ഷിയ ഉള്ളത്, ബോറ മുസ്ലിങ്ങളുള്ളതെന്ന്. അവരുടെ പേരിലൊരു പരാതി വരെയാണ്. ആ പരാതിയിൽ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ കാറ്റഗറിയിൽ അടക്കം ഉള്ളവർക്ക് തരേണ്ടതാണ്, അങ്ങനെ വന്നാലാണ് 11 പൂർത്തിയാവുക, സെക്ഷൻ 14 അനുസരിച്ച് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. എടുക്കുന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് നോട്ടീസില്ല, ബോർഡ് അതിൽ അഫക്റ്റഡ് പാർട്ടിയാണ്, അഗ്രീഡ് പാർട്ടീസാണ് ബോർഡ്, ഞങ്ങൾക്ക് നോട്ടീസില്ല, ചെയർമാൻ നോട്ടീസില്ല, അംഗങ്ങൾക്കില്ല. അതൊന്നുമില്ലാതെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മറ്റൊരു പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു വിധി കൊടുക്കാൻ നിർബന്ധിതാവുന്ന അവസ്ഥ വരുന്നു. ഞങ്ങൾ അതിൽ ആകെ ആശങ്കരാണ്. കാരണം ഈ ചർച്ച വരുന്ന സമയത്ത് നേരെ ഏജ് നേരിട്ട് വരിക കോടതിയിൽ, അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് വരുന്നു. അപൂർവ കേസുകളെ വരുള്ളൂ. എന്നിട്ട് പറയുന്നു ആ പെറ്റീഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് ഏജിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാം, ഇപ്പോഴും അതൊക്കെ ഡിജിറ്റൽ റെക്കോർഡാണ്, ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ നോക്കാം. ആ പറയുന്നുണ്ട് നിങ്ങൾ യു ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷണർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏജ് മറുപടി പറയുന്നത് യെസ് വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷണർ, വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ. എന്താണ് പെറ്റീഷൻ? പെറ്റീഷൻ 11 അംഗങ്ങളുള്ള പൂർത്തിയായ ബോർഡ് വേണം. 11 അംഗങ്ങൾ വേണമെങ്കിൽ 2 നോൺ മുസ്ലിം അംഗങ്ങൾ വേണം, എന്നാലേ 11 പൂർത്തിയാവുള്ളൂ. അത് വേണം, സെക്ഷൻ 14 അനുസരിച്ച് വേണം. ഇതാണ് പെറ്റീഷൻ. ആ പെറ്റീഷനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട AG കോടതി മുമ്പാകെ ബോധ്യപ്പെടുന്നു. ഇവിടെയാണ് ഇതിൻ്റെ വിഷയം. എന്നിട്ട് തലയുയരാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞു നടക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. ഈ കള്ളക്കളിയായിരുന്നു. വ്യക്തമായി പറയട്ടെ, ഈ 4 പെറ്റീഷനുകളും ഡിസൈൻ ചെയ്തിട്ടുള്ള ഏതോ ഒരു ടാബിളിൽ നിന്നാണ്. മറ്റൊരു സത്യം, ഇവർക്കൊക്കെ വേണ്ടി ഹാജരായതാരാണ്? ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ്സ്. വലിയ എക്സ്പെൻസീവാണല്ലോ ഈ സീനിയർ അഡ്വക്കേറ്റ്സ് നോക്കാനുള്ളത്. എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് വന്നിട്ടുള്ളത്? ആരാണ് ഇവരുടെ ഫണ്ടിങ്? അറിയണമല്ലോ. എന്താണ് ഇവരുടെ ആവശ്യം? ഏതായിരുന്നു ഇവരുടെ പ്രചോദനമായിട്ടുള്ള സംഗതി? ഇതാണ് അതിൻ്റെ വസ്തുത. ഇരിക്കുക തുടക്കമുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കൊടുത്തിട്ടുള്ള സജൽ എന്ന അഡ്വക്കേറ്റ്, അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ഭാരവാഹിക്കാണ് അഡ്വക്കേറ്റ്. മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു നേതാവ് അഷ്കറിൻ്റെ പേരിൽ കൊടുത്ത പരാതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. സെക്ഷൻ 14 അനുസരിച്ച് പൂർത്തിയാക്കണമെന്ന്. അതാണ് ഞങ്ങൾ AG പറഞ്ഞത്. ഷോൺ ജോർജിൻ്റെ മറ്റൊരു തള്ളിയടോ, എന്താണ് ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ ആണ് പിന്നിലുള്ളത്. ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പരാതിയിൽ പറഞ്ഞത് അംഗീകരിക്കുന്നു എന്ന്. ഈ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി പറയണ്ടായി, ഒരു പത്രക്കാരോട് പറഞ്ഞു കേട്ടു, ഞങ്ങൾ ഷോൺ ജോർജിൻ്റെ മാത്രമല്ല വേറെ ചില പരാതികളിലാണ്, ഷോൺ ജോർജിൻ്റെ മാത്രമല്ല 4 പരാതി പറയുന്നത്. എങ്കിൽ അദ്ദേഹം പറയണം വേറെ ഏതാ ഈ 4-ൽ ഏതിനെയാണ് സപ്പോർട്ട് ചെയ്ത് AG എന്നുള്ളത്? കാസയുടെ ആണോ? മിഷണറീസ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്ന അവർ പരാതിയുണ്ട്. ആ കാസ കൊടുത്ത പരാതിയാണോ സപ്പോർട്ട് ചെയ്യുന്നത്?
അതല്ല സ്റ്റാലിൻ ദേവൻ എന്ന വ്യക്തി, സ്റ്റാലിൻ ദേവൻ ചർച്ചയിലൊക്കെ വരാറുണ്ട്, പലർക്കും പറയും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത്. എന്താണ് സംഘപരിവാറിന് ഇതിന് താല്പര്യം? ആ സംഘപരിവാരൻ കൊടുത്ത പരാതിയാണോ സപ്പോർട്ട് ചെയ്തത്? ഏതാണ് സപ്പോർട്ട് ചെയ്തതെന്ന് പറയണല്ലോ. അതിൽ ഷിയാക്കാരനുണ്ട് എന്ന് പറഞ്ഞു. ഷിയാക്കാരന് കൊടുക്കണമെന്നതാണോ സപ്പോർട്ട് ചെയ്തത്? അല്ലെങ്കിൽ ഏജിലെ ഉത്തരം കറക്റ്റ് ആണല്ലോ. യെസ് വി ആർ സപ്പോർട്ടിങ് ദ പെറ്റീഷൻ എന്നാണ് പറയുന്നത്. അത് ഏത് പെറ്റീഷനാണ് അത് പറയണല്ലോ. അത് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ലല്ലോ. ഈ കള്ളക്കളിയാണ്. ശ്രീ പിണറായി വിജയൻ അന്നത്തെ സമയത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് മറുപടി പറഞ്ഞത്, കേരളത്തിൽ ഒരു മതനിരപേക്ഷ സമൂഹമാണ്, ഇവിടെ മതസ്വാതന്ത്ര്യവും സൗഹാർദ്ദവും നിലനിന്നു വരുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ വഖഫ് സ്ഥാപനങ്ങളിൽ നോൺ മുസ്ലിങ്ങളെയോ ഹിന്ദുക്കളുടെ ദേവസ്വം ബോർഡുകളിൽ മുസ്ലിങ്ങളെയോ, കൃത്യമായി പറഞ്ഞതാണ്, മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളുടെ മറ്റു ചർച്ചുകളുടെയോ അല്ലെങ്കിൽ രൂപതകളിലോ മറ്റോ ക്രിസ്ത്യാനികളല്ലാത്തവരെയോ തിരികെ കയറ്റി സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കാൻ നമുക്ക് താല്പര്യമില്ല. അതിന് ഏതറ്റം വരേക്കും നമുക്ക് അവസാനം പോകാം എന്ന് പറഞ്ഞതായിരുന്നു. ഞങ്ങൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പറ്റില്ല. ബോർഡ് ആ നിയമത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ആ നിയമത്തിന് ഒബേ ചെയ്തിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. 2025 നിയമത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് പറയേണ്ടതും ചെയ്യേണ്ടവരുമാരാണ്. ചെയ്യാനും പറയാനും ഉത്തരവാദപ്പെട്ടവരാണ്. ആരാണ് ചെയ്യാനും പറയാനും ഉത്തരവാദപ്പെട്ടവർ? കേരളം അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളാണ്. അവർ ഔദ്യോഗികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളത് ചെയ്യാമെന്ന്. എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന് പറയാമായിരുന്നു? ഇവിടെ കേരളത്തിൻ്റെ നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതിനെതിരെ പ്രമേയം പാസ്സാക്കിയ സംസ്ഥാനമാണ് ഇവിടെ. അതുകൊണ്ട് പറയാമായിരുന്നല്ലോ, ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു നിയമം ആ അസംബ്ലിയിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ കേന്ദ്രത്തിൻ്റെ നിയമത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ അന്തിമ വിധിക്ക് വിധേയമായ എല്ലാം നടക്കുകയുള്ളൂ. അത് അതിൻ്റെ വേറൊരു വശമാണ്. എന്നാലും ധാർമ്മികമായി അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയ സംസ്ഥാന അസംബ്ലിയുള്ള ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന് അങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്താറുണ്ടല്ലോ കോടതിയിൽ. കോടതി സ്വീകരിക്കുമോ അല്ലേ എന്നുള്ള വേറെ കാര്യം. പറയേണ്ടത് അങ്ങനെയല്ലേ പറയേണ്ടത്. അങ്ങനെ സർവത്ര കള്ളക്കളിയാണ് കളിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം ഇപ്പം എന്താ നടക്കുന്നത്? സുപ്രീം കോടതിയിൽ ഞങ്ങൾ അത് ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ലിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ വരികളെ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ആര് വിചാരിച്ചാലും അജണ്ട മാറ്റി വെക്കാൻ കഴിയില്ല. അജണ്ട മാറ്റി സെറ്റ് ചെയ്യാമെന്നാണ് ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. അത് വായിച്ചു നോക്കുന്നവർക്കറിയാം വ്യക്തമായിട്ട്. എല്ലാം ഞങ്ങളുടെ അടുത്ത് രേഖയുണ്ടല്ലോ. അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളല്ല ഈ സെക്ഷൻ 14 അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ട അതോറിറ്റി ഞങ്ങളല്ല. അപ്പോയിൻറ്റ് ചെയ്യലും ചെയ്യാതിരിക്കലും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. അത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ശിക്ഷ ഞങ്ങൾക്ക് തരേണ്ട കാര്യമുണ്ടോ? ബോർഡിന് എന്തിനു ശിക്ഷിക്കുന്നു? ചെയ്യേണ്ടവരാണല്ലോ ചെയ്യേണ്ടത്. അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ബോർഡിൻ്റെ ഔദ്യോഗിക തീരുമാനമല്ല. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ ക്രെഡിറ്റുമാർക്കാണ് പോകുന്നത്. അവർ ചെയ്താൽ ഞങ്ങൾക്ക് എതിർക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ബോർഡിനെതിരെയുള്ള അനവസരത്തിലും നിയമരഹിതവുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയ നിരീക്ഷണങ്ങളെ പിൻവലിക്കണം, അത് ലിഫ്റ്റ് ചെയ്യണം. അത് മാത്രമാണ് ഞങ്ങളുടെ വാദം. അതല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ. ഞങ്ങൾ ഹൈക്കോടതിയുടെ വിധിയെ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ്. ബാക്കിയെല്ലാം അതിൻ്റെ ഓരോ പരാതികളുടെ വിശകലനത്തിൻ്റെ ഭാഗമായി അതെല്ലാം നേരിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, വീണ്ടുമുള്ള ഒരു കള്ളക്കളി. ഇപ്പോൾ ഇന്ന് ഉണ്ടായ ഒരു ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം, കേന്ദ്രത്തിൻ്റെ സോളിസിറ്റർ ജനറൽ നമ്മുടെ അഡ്വക്കേറ്റിനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, സോളിസിറ്റർ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ ഫയൽ വേണം. എന്താ ഫയൽ വേണം? കേരള ഗവൺമെൻറ് നേരിട്ട് ഇതിനകത്ത് ഹാജരാകുന്നതിന് പകരം ഞങ്ങൾ കേന്ദ്രത്തിന് ഹാജരാകാനാണ് കേസിൽ നിന്ന്. അവിടെയും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലും സോളിസിറ്റർ ജനറലുടെ ഓഫീസുമായി ഉണ്ടാക്കിയ ആ കള്ളക്കളിയും ഏതാനും ദിവസങ്ങൾക്കകം പുറത്തു വരും. വീണ്ടും പേര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാനാണ് ഈ 11 അംഗങ്ങളെ ഞങ്ങൾക്ക് വെക്കേണ്ടി വന്നത്, അത് മുസ്ലിങ്ങളല്ലാത്ത നോൺ മുസ്ലിങ്ങളെ വെക്കേണ്ടി വന്നത്
കേന്ദ്രത്തിൻ്റെ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ വന്ന് അഫിഡവിറ്റ് ഫയൽ ചെയ്യാറുണ്ട്. അവർ വാദിച്ചത് കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയാനാണ്. തങ്ങളുടെ AG, തങ്ങളുടെ അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു കുലുമാല്. അതിൻ്റെ തുടക്കം തന്നെ വഖഫ് ഭരിക്കുന്ന മന്ത്രിയുടെ പാർട്ടിക്കാരൻ ആദ്യമായി നൽകിയ പരാതിയിൽ നിന്ന് ഉടലെടുത്ത ഒരു സംഭവവികാസങ്ങൾ, ഒരു പ്രതിസന്ധികൾ, ഈ രീതിയിലൊക്കെ തന്നെ ഭൂതത്തെ കുടത്തിൽ നിന്ന് തുറന്നു വിട്ട ഒരു പ്രതീതി വന്നപ്പോൾ ഇനി അത് കേന്ദ്രവുമായി അവസാനം ഒത്തുകളിച്ച് കേന്ദ്രത്തിനെ കൂടി ഇതിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടാക്കി വീണ്ടും ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണ്. ആ പാർട്ടി അഥവാ വഖഫ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി അടക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് നൽകിയ പരാതി ഇന്നും അവിടെ നിലനിൽക്കുകയാണ്. അതിൽ തീരുമാനം വന്നിട്ടില്ല. അതിൻ്റെ മറവിലാണ് മകൻ ചത്താലും മരുമകളുടെ കണ്ണുനീര് കാണണം എന്ന അമ്മായിയമ്മയുടെ റോളിലേക്ക് ഈ ഗവൺമെന്റും ഈ വഖഫ് ഭരിക്കുന്ന മന്ത്രിയും എല്ലാവരും കൂടി എത്തിച്ചേർന്നിട്ടുള്ള. പക്ഷേ മീർ ജാഫറിന്റെ കഥയാണ് ഇവർ ഓർമ്മിപ്പിക്കാനുള്ളത്. ചതിയന്മാർ ഏത് കാലത്തിലും ഉണ്ടാവും. പക്ഷേ ഇത് ഞങ്ങൾ സന്തോഷമുള്ളൊരു കാര്യമുള്ളത്, സമുദായത്തിന് എല്ലാ വിഭാഗവും ഇത് ഏറ്റെടുത്തു. എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ, അകമഴിഞ്ഞ പിന്തുണ ഈ പോരാട്ടത്തിന് ലഭിച്ചു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഹൈക്കോടതിയിൽ ഇങ്ങനെ സ്റ്റാൻഡ് എടുത്ത സാഹചര്യത്തിലേ സുപ്രീം കോടതിയിൽ സർക്കാരിന് അത് എങ്ങനെ മാറ്റാൻ പറ്റുന്നതാണ്? സർക്കാരിന് അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതിലേക്ക് ഒരു പ്രതിസന്ധി സർക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പൊ സോളിസിറ്റർ ജനറലെ നേരെ മുകളിൽ നിന്ന് നൂലിലിറക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എടുക്കാനല്ലേ അവർക്ക് ഇനി പറ്റുള്ളൂ. അവർക്ക് എടുക്കാൻ, അല്ലാതെ എന്ത് പറയാൻ പറ്റും? ഇവിടെ അപകടം ആദ്യം പറഞ്ഞു പോയല്ലോ. ഇപ്പൊ വേണമെങ്കിലും ഇതിനെ ഒരു കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സർക്കാരിന്റെ നിയമസഭയ്ക്ക് നിയമം പാസ്സാക്കാവുന്നേ ഉള്ളൂ. ഇതിനെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് ശരിക്ക്. എന്തുകൊണ്ട് അത് മുതിരുന്നില്ല? ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല. ആരും അവരെ നിയമം ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുന്നവരില്ല. ആ കൂട്ടത്തിൽ ആരുടെ നിയമത്തിനനുസരിച്ചാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്ന് പറയാൻ വയ്യ. കാരണം സർക്കാരിൻ്റെ നയതാൽപര്യങ്ങൾക്കനുസരിച്ച് മോട്ടോ സംസ്ഥാപിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള നിയമ പണ്ഡിതന്മാരെ അല്ല നിയമവകുപ്പ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ നിയമോപദേശങ്ങൾ തെറ്റാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണ് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുമ്പോഴാണ് ഓരോന്ന് മനസ്സിലാവുന്നത്. എന്താ റവന്യൂ മന്ത്രി പറഞ്ഞത്? ഞാൻ അറിയില്ല റവന്യൂ വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് പോയതെന്നാ. നിങ്ങൾ കേട്ടതല്ലേ? റവന്യൂ മന്ത്രി പറഞ്ഞു ഞാൻ അറിയില്ല. പിന്നെയോ വേറൊരു മന്ത്രി പറഞ്ഞു അത് പിന്നീട് പറയാനേ പറ്റുള്ളൂ, ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനത, ആ ജനതയെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുകൂടി ഇതുകൊണ്ട് പറയാനുണ്ട്. വെറുതെ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞാൽ അപകടമാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വിഭജനമുണ്ടാക്കി ഒരു ഡിവൈഡ് ആൻഡ് റോളിന്റെ സിസ്റ്റത്തിലേക്ക് ഈ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടമാണ്. ഇവിടെ പറയുന്നത് ഒരേ വാദം മാത്രമല്ല, വഖഫ് സ്ഥാപനങ്ങളിൽ നോൺ മുസ്ലിങ്ങൾ കയറുന്നത് ശരിയല്ല എന്ന് പറയുന്ന കൂടെ തന്നെ ദേവസ്വം ബോർഡുകളിൽ അല്ലെങ്കിൽ മറ്റ് ഇതര മതക്കാരുടെ സ്ഥാപനങ്ങളിൽ അവരല്ലാത്തവരും കയറുന്നത് അപകടമാണ്, ശരിയല്ല. അതിൻ്റെ കൂടെയും ഞങ്ങളുണ്ടാവും. ഇത് സംബന്ധിച്ചാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം, ബോർഡിനെ സംബന്ധിച്ചോളം, ബോർഡ് ഈ നിയമത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഉത്തരവാദ സ്ഥാനങ്ങളിൽ പറയാൻ സാധ്യമാകൂ. അതിൻ്റെ പ്രോഡക്റ്റാണ്, അത് ഉണ്ടാക്കുന്നവരല്ല. മറ്റു ഉണ്ടാക്കുന്നവരാണ് അത് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ അങ്ങനെ തന്നെ പറഞ്ഞ് അനുവാദം പിടിച്ചത്. ആ ടെക്നിക്കലായ കാര്യം മനസ്സിലായി. പക്ഷേ അതായത് സംസ്ഥാന AG എടുത്ത നിലപാട് നമുക്കറിയാം. അപ്പൊ ഇതിന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമായിരുന്നു എങ്കിൽ ഈ ബോർഡിന്റെ നിലനിൽപ്പ് എന്നതിനപ്പുറം ഇതിലൊരു ധാർമ്മിക പോരാട്ടത്തിന് തുടക്കമിടാമായിരുന്നു. ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ അങ്ങേക്കും ഈ ബോർഡിനും ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു പോരാട്ടത്തിന് തുടക്കമിടായിരുന്നു. പദവികൾ വേറെ ആരെങ്കിലും വെച്ചോളൂ, അതൊന്നും പ്രശ്നമില്ല. അത് ഉണ്ടായിട്ടില്ല. ഇവിടെ പറയുന്നത് കംപ്ലൈന്റ് സർക്കാരാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ അത് നടക്കേണ്ടതാണ്, നിങ്ങളും ബാധിക്കുകയാണ്. അപ്പൊ ആ ഒറ്റ വാദത്തെ മുൻനിർത്തി നിങ്ങൾക്കെതിരെ അവർക്ക് മറുപടി പറയാൻ പറ്റും. ഇതേ AG അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാടും. ഞങ്ങൾ ഇതിലെന്ത് ചെയ്തു? ഒന്ന് സമൂഹത്തിനും മലയാളി സമൂഹത്തിന്റെ ഇടയിൽ തന്നെ ഒരു ധാരണ ഇതുകൊണ്ടുണ്ടാക്കാൻ ബോർഡിന്റെ നിലപാട് കൊണ്ടേ സാധിച്ചത്. അല്ലെങ്കിൽ രഹസ്യമായി അതിനുള്ളിൽ നടക്കുമ്പോൾ സാധനം സമൂഹ മധ്യത്തിലേക്ക് വന്നു. മാത്രമല്ല
ഇത് തീരുമാനം എടുക്കേണ്ടവരാണ് തീരുമാനമെടുക്കുന്നത്. തീരുമാനം എടുക്കേണ്ട ആളുകൾ ആ തീരുമാനം എടുത്താൽ പോരെ. എന്തിനാണ് മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്നത്? പിന്നെ അവർ പറഞ്ഞാണ് ഇവര് പറഞ്ഞാണെന്നൊക്കെ പറയേണ്ട കാര്യമല്ലോ. പഴയ ഗവൺമെന്റ് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നു പഴയ ഗവൺമെന്റ് ആ ഉത്തരവ് ഇറക്കുമ്പോൾ തന്നെ അതിൽ ഉടനെ തന്നെ മറ്റുള്ളവരെയും പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന പുതിയത് പറയുന്നത്. അങ്ങനെയല്ലേ പറയാൻ കഴിയൂ? അല്ലാതെ ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ലേ. പക്ഷേ പിന്നീട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുമെന്ന് അർത്ഥമില്ലല്ലോ, അല്ലെങ്കിൽ അപ്പൊ ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ വിഷയം അവസാനിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലെ വിധി വരുന്ന മുറയ്ക്ക് പിന്നീട് ചെയ്യാം എന്നിവർക്ക് നിലപാടെടുക്കാൻ വരുന്നല്ലോ. മറ്റൊരു കാര്യമുള്ളത്, ഇറാനില് ട്രംപ് ബോംബിട്ടപ്പോൾ പറയാണ് അത് ഇവിടുത്തെ മറ്റുള്ളവർ പറയാൻ കണ്ട ഞാൻ ബോംബിട്ടതാണെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? ബോംബിടേണ്ടതും ഇട്ടതൊക്കെ അവരാണ്. ഞാൻ പറഞ്ഞിട്ട് ബോംബിടാൻ പറ്റും അവിടെ? എന്നതുപോലെ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളുടെ മുകളിൽ ചെരിയുന്നൊരു കാര്യമില്ല. വഖഫ് ഭരിക്കുന്ന മന്ത്രിയുടെ പാർട്ടിയാണ് ഇത് സംബന്ധിച്ച് ആദ്യം കോടതിയിൽ പോയത്. 11 അംഗങ്ങളെ വെക്കണം എന്ന് പറഞ്ഞത് കൈയൊഴിയാൻ കഴിയില്ല. വഖഫ് ഭരിക്കുന്ന മന്ത്രിയുടെ പാർട്ടി ആദ്യം കോടതിയിൽ പോയി, ആദ്യം ഗവൺമെന്റിൽ പോയി. 2/6/26 സർക്കാരിൽ കൊടുത്തു. ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ ബോർഡ് പോയിട്ടുണ്ടല്ലോ, അതിൽ സ്പെസിഫിക് ആയിട്ട് ഈ സെക്ഷൻ 14 ഞങ്ങള് മറ്റേ റെസ്ട്രിക്ട് ചെയ്തത് കൺട്രോൾ ചെയ്ത തീരുമാനം പിൻവലിക്കും. അത് ഈ സെക്ഷൻ 14 കുറിച്ച് അപ്ഡേറ്റിൽ എന്താ പറയുന്നത്? അതിനെപ്പറ്റൊന്നും സെക്ഷൻ 14 മാത്രമല്ല, അതിന്റെ ഈ നിയമം ഉള്ളത് സെക്ഷൻ 21 പറയുന്നുണ്ട്, സെക്ഷൻ 16 പറയുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതനുസരിച്ച് ബോർഡിനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നതാണ്. നിയമനം സംബന്ധിച്ച് അതൊക്കെ അതിന്റെ അവസാനം കഴിഞ്ഞു, അതിൽ കഴിഞ്ഞു അതൊക്കെ. പിന്നെ അതും പിടിച്ചിട്ട് വലുതാക്കാൻ നിൽക്കേണ്ട സംഗതി, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട ആളുകൾ ചെയ്യാതെ വന്നിട്ട് കോളിക്കൊണ്ട് വേടിയും കൂടി കത്തിച്ച് അതിന്റെ അജണ്ട മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട. ഇപ്പൊ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് സോളിസിറ്റർ ജനറലിനെ ഇറക്കുന്ന വഴിക്ക്. ഞങ്ങളവിടെ സുപ്രീം കോടതിയിൽ പോയത് ഞങ്ങളെ ഹൈക്കോടതി മാറ്റി നിർത്തിയതിൽ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാനാണോ ഞങ്ങൾ പോയത്? മറ്റുള്ള കാര്യം സെറ്റ് ചെയ്താൽ മതി പറയാനാണോ? അത് പറയാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. സെക്ഷൻ 14 അപാകത ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാരുണ്ട്. ആ വേദി വേറെയാണ്. ആ വേദിയിൽ ഞാനും ഉണ്ടാവും. ഇപ്പൊ സംസ്ഥാന വേദിയായിരുന്നാലും ലീഗിന്റെ വേദിയാണോല്ലോ അല്ലെങ്കിൽ CPM-ന്റെ വേദിയിലൊക്കെ ഏതൊരു വേദിയിൽ ഞാനും കൂടെയല്ലോ. ആ വേദിയാണ് സുപ്രീം കോടതി പോയിട്ടുണ്ട്, മുമ്പേ പോയിട്ടുണ്ട്. അതവിടെ നടക്കുകയാണ്. ഇതിപ്പോ ഉള്ള വിഷയം ഇതാണ്. എന്തിനാണ് ഹൈക്കോടതി ഇതിനെ ബാൻ ചെയ്തിട്ടില്ല, കൺട്രോൾ ചെയ്തത്? ഇതിന്റെ പ്രവർത്തനത്തെ ഹൈക്കോടതി എന്തിന് കൺട്രോൾ ചെയ്തു? ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ പ്രതിനിധിയായി AG തെറ്റിദ്ധരിപ്പിച്ചോ ശരി, അവർ വ്യാഖ്യാനിച്ചോട്ടെ. അവർ ധരിപ്പിച്ചതിന്റെ ഭാഗമായി ചെയ്തത് അത് മാറ്റണം. കാരണം അതിന്റെ ഉത്തരവാദി ഞങ്ങളല്ല എന്നാണ്. സർക്കാരിന്റെ തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരെ കേസുണ്ടല്ലോ. അപ്പൊ അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് AG ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കേസിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. ഈ AGയുടെ നിയമനത്തെ തന്നെ അന്ന് ചോദ്യം ചെയ്തിരുന്നല്ലോ. ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമോപദേഷ്ടാവിനെ കൊണ്ടുകൊണ്ട് കേരള സർക്കാരിന്റെ നിയമകാര്യത്തിന്റെ തലപ്പത്ത് കൊണ്ടേ വെക്കുമ്പോൾ പലതും വിചാരിക്കാനോ ഒപ്പം തന്നെ അത്തേ ഈ ആരോപണം എന്തായിരുന്നാലും ഈ കാര്യത്തില് കേരളത്തിലെ ജനതയ്ക്ക് നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ശാശ്വത ഭൂമികയമായ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആത്മാവ് അത് അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളടക്കമുള്ള സാംസ്കാരിക നായകന്മാരടക്കമുള്ളവരുടെ ഒരു വലിയ സപ്പോർട്ട് ഇതിൽ കിട്ടി എന്നതുകൊണ്ട് ഞങ്ങൾ സന്തുഷ്ടരാണ്. ബോർഡിനോട് മുനമ്പോ തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. മുൻപ് വിഷയം തന്നെ മുനമ്പ് മാത്രമല്ലെന്നേ 12,000 ഏക്കർ ഭൂമി വഖഫിന്റെ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. മുനമ്പത്തിന്റെ നമ്മളിങ്ങനെ ഇഷ്യൂ ആയി മാറിയത് അത് വേറൊരു വിഭാഗത്തിന്റെ ആളുകളായി അവിടെ കൂടുതൽ എന്തോ അങ്ങനെ വന്നുപെട്ടു അവിടുത്തെ ആളുകൾ ആയതുകൊണ്ടാണ് അത്ര ഇഷ്യൂ ആയത്. വേറെയുണ്ട്. നമ്മൾ തളിപ്പറമ്പിൽ 600 ചില്ലറ ഏക്കർ ഭൂമിയാണ് പോയിട്ടുള്ളത്. 600 ചില്ലറ ഞങ്ങൾ അതിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതിന് ആളെ വെച്ചിട്ടുണ്ട്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞമ്മന്റെ ആളുകൾ തന്നെ കംപ്ലീറ്റ് പിടിച്ചിറക്കിയിട്ടുള്ളത്. അതുകൊണ്ടാവാം. അതുകൊണ്ട് തളിപ്പറമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കൂടുതൽ ചൂടായതല്ലോ. തളിപ്പറമ്പ് എല്ലാ കുളങ്ങളും വള്ളാംകുളങ്ങളും ഒക്കെ പെടും. അങ്ങനെ പേരുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ കൗൺസിൽ അംഗങ്ങൾ, ജില്ലാ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ ഒക്കെ വഖഫിന്റെ ഭൂമി കൈവശം വെച്ചിരിക്കേണ്ട അവിടെ. ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെന്റിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ആ ലീഗിന്റെ താല്പര്യം ആ രൂപത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്. മുനമ്പത്തിലെ ലീഗിനുള്ള താല്പര്യം അതാണ്. മാത്രമല്ല ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹുമാന്യനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം
സെമിനാരിയിൽ ചെന്നുകൊണ്ട് അച്ഛനോട് പറഞ്ഞതാണല്ലോ ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞതാണല്ലോ. എന്തിനു പറഞ്ഞു? ഇനിയിപ്പോൾ അവർക്ക് സംരക്ഷിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെയാണ് അതിൻ്റെ പ്രശ്നം. മാത്രമല്ല അതിൻ്റെ പിന്നിൽ 2 കാര്യമുണ്ട്. ഫാറൂഖ് കോളേജ് ലീഗിൻ്റെയാണ്, ഫാറൂഖ് കോളേജ് ലീഗിൻ്റെതാണ്. ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള KNM നേതൃത്വ മുജാഹിദീൻ സംഘമാണത് അതിൻ്റെ ഓൺ ചെയ്തത്. അവരുടെ ഉത്തരവാദിത്തത്തിലുള്ള അത് അവരാണ് വിറ്റത്. ഞങ്ങളിപ്പോഴും പറയുന്നത് അവിടെ പാവപ്പെട്ട നിവാസികളോട് ഞങ്ങൾക്ക് അനുകമ്പയുണ്ട്. അതിനൊക്കെ തക്കതായ താമസക്കാരെ സംബന്ധിച്ചോളം തക്കതായ പരിഹാര മാർഗങ്ങളുണ്ട്. പക്ഷെ സർക്കാരിന് താല്പര്യമില്ല, ആ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല. 2 ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 ഹിന്ദു മുസ്ലിം ക്രൈസ്തവരൊക്കെ മാറി നിന്നുകൊണ്ട് ഇതൊരു സംഘർഷത്തിലേക്ക് തന്നെ പോയിക്കൊള്ളട്ടെ, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഭരിക്കാം എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചർച്ചയാണ് വേണ്ടത്. അതിന് തീരുമാനിക്കുന്നില്ലല്ലോ. അവിടെ താമസക്കാരിൽ നിന്ന് പൈസ മേടിച്ച് ഫാറൂഖ് കോളേജ് അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൈസ തിരിച്ചു കൊടുക്കട്ടെ. ഈ 4 ഹർജികളും ഒരു ടേബിളിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുമ്പോഴേ ഞാൻ മുസ്ലിങ്ങളെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളത് കരുതുന്നുണ്ടോ? തീർച്ചയായും അതാണ് നടന്നിട്ടുള്ളത്. 4 പരാതികളുടെയും കാതലായ വശം ഒന്ന് തന്നെയാണ്. സെക്ഷൻ 14 അനുസരിച്ച് കയറ്റേണ്ട 11 അംഗങ്ങളെ മുഴുവൻ കയറ്റിയിട്ടില്ല എന്നാണ്. പിന്നെ അതിനുപയോഗിച്ച ചില വരികളിലും സാമ്യമുണ്ട്, സമാന സ്വഭാവമുള്ള വരികളുണ്ട് അതിനകത്ത്. അതുകൊണ്ട് 4ഉം വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഇത് വായിക്കലാണല്ലോ പണി. ലീഗ് നേതാവിന്റെ ഹർജിയിലായിട്ട് സാമ്യം അതന്നെ അതുകൊണ്ട് അതെല്ലാം ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ടതാണ്.